ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അനുഭവങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെ ഭാവിയിൽ നമുക്ക് ഗുണകരമാവുന്ന പാഠങ്ങളാക്കി മാറ്റാം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരേ പ്രശ്നം തന്നെ വീണ്ടും വീണ്ടും സോൾവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരേ തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്ന പോലെ അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും നമുക്ക് ഒരുപാട് വിലപ്പെട്ട അനുഭവങ്ങൾ തരുന്നുണ്ട്. ആ അറിവ് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പോ ഇതിനൊരു പേരുണ്ട്, പ്രോജക്റ്റ് മെമ്മറി ഹോൾ. അതായത് എന്താ സംഭവം? ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് നമ്മൾ പഠിച്ച വിലയേറിയ പാഠങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും. ഒരു ബ്ലാക്ക് ഹോൾ പോലെ. ഇത് ശരിക്കും നമ്മുടെ സമയവും പണവും ഊർജവും എല്ലാം വെറുതെ കളയുന്നൊരു ഏർപ്പാടാണ്. പക്ഷെ പേടിക്കണ്ട, ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമുണ്ട്. നമ്മൾ നേടിയ അറിവുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കാനും ഭാവിയിൽ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കിടിലൻ ഫ്രെയിംവർക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനെയാണ് നമ്മൾ ലെസൺസ് ലേൺ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവുകളൊക്കെയില്ലേ, അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അനലൈസ് ചെയ്ത് ഭാവിയിലെ പ്രോജക്റ്റുകൾ അടിപൊളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് രീതിയാണിത്. ഈ ഫ്രെയിംവർക്കിന് ശരിക്കും മൂന്നേ സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തത് തിരിഞ്ഞു നോക്കുക. അതായത് നമ്മുടെ അനുഭവം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് ആഴത്തിൽ ചിന്തിക്കുക. കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യുക. പിന്നെ മൂന്നാമത്തത് മുന്നോട്ടു പോകുക. അതായത് ഭാവിയിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം, തിരിഞ്ഞുനോട്ടം. സത്യം പറഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്തുന്നതാണ് മുന്നോട്ടുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടി. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ വിചാരിച്ചത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ലോഞ്ച് ആയിരിക്കുമെന്നായിരിക്കും അല്ലേ? പക്ഷേ റിയാലിറ്റി എന്തായിരുന്നു? ചിലപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് മൊത്തം പ്ലാനും മാറ്റേണ്ടി വന്നു. ഈ ഒരു വ്യത്യാസം, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതും നടന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നമുക്കൊരു ടേബിളൊക്കെ ഉപയോഗിക്കാം. 3 കാര്യങ്ങൾ നോക്കണം. 1. എന്തൊക്കെയാണ് നന്നായി നടന്നത്? ഉദാഹരണത്തിന്, നമ്മുടെ പുതിയ മാർക്കറ്റിംഗ് ചാനൽ ടാർഗറ്റിനേക്കാൾ കൂടുതൽ ലീഡ്സ് തന്നു, കൊള്ളാം. 2. എന്തൊക്കെയാണ് പാളിപ്പോയത്? ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്ലോ ആയിരുന്നു, അത് പ്രശ്നമായി. 3. നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് ഏറ്റെടുത്തു. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യണം. ശരി, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയൂ. ഇനി നമുക്ക് രണ്ടാമത്തെ, കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഇൻസൈറ്റ്സ് കണ്ടെത്തുക. ഇവിടെ നമ്മൾ ചുമ്മാ നടന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. പകരം ഓരോന്നിന്റെയും മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ ലക്ഷ്യം എന്താ? വെറുതെ കുറെ ഫാക്ട്സ് ലിസ്റ്റ് ചെയ്യുക എന്നതല്ല, മറിച്ച് ആ ഡോട്ടുകളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മളോട് തന്നെ ചില പവർഫുൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നാമത്തേത്, മാർക്കറ്റിനെക്കുറിച്ചും കസ്റ്റമേഴ്സിനെക്കുറിച്ചും നമ്മൾ തുടക്കത്തിൽ കരുതിയിരുന്ന കാര്യങ്ങളില്ലേ, ആ ധാരണകളൊക്കെ ശരിയായിരുന്നോ? അടുത്തത്, നമ്മുടെ പ്രോഡക്റ്റ് അത് യൂസേഴ്സിന്റെ യഥാർത്ഥ പ്രശ്നത്തിന് തന്നെയാണോ പരിഹാരമായത്, അതോ നമ്മൾ വേറെ ഏതോ പ്രശ്നത്തിനാണോ സൊല്യൂഷൻ ഉണ്ടാക്കിയത്? ഇതൊരു ഫണ്ടമെന്റൽ ചോദ്യമാണ്. പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് എതിരാളികൾ, എങ്ങനെയാണ് പ്രതികരിച്ചത്? അവരുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്കെന്തെങ്കിലും പഠിക്കാനുണ്ടോ? കാരണം നമ്മുടെ വിശകലനം സ്വന്തം ടീമിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ഇനി നമുക്ക് കിട്ടിയ ഈ പാഠങ്ങളെയൊക്കെ അവയുടെ ഇമ്പാക്റ്റ് അനുസരിച്ചൊന്ന് തരംതിരിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അതായത് ഹൈ ഇമ്പാക്റ്റ്, മീഡിയം, ലോ എന്നിങ്ങനെ. എന്തിനാണെന്നോ? ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ആദ്യം ശ്രദ്ധ കൊടുക്കാൻ പറ്റും. പ്രയോറിറ്റൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഫ്രെയിംവർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പിലേക്കാണ് വരുന്നത്. അറിവിനെ പ്രവർത്തനമാക്കി മാറ്റുക. കാരണം വെറുതെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നമ്മൾ പഠിച്ച ഈ പാഠങ്ങളെ ഭാവിയിൽ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും നമ്മുടെ പെർഫോമൻസ് കൂട്ടാനും സഹായിക്കുന്ന ആക്ഷൻ പ്ലാനുകളാക്കി എങ്ങനെ മാറ്റാൻ പറ്റും? ഒരു ഉദാഹരണം പറയാം.
നമ്മുടെ വിജയത്തെ അളക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, അതായത് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, നമുക്കൊരു 20% കൂട്ടണമെന്ന് ലക്ഷ്യം വെക്കാം. ഇത് നമ്മുടെ പഠനങ്ങളെ കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താൽ പോരാ. ഓരോന്നിനും ഒരു ഓണറെ അസൈൻ ചെയ്യണം. അതായത് ആരത് ചെയ്യും, എന്ന് ചെയ്യും എന്നതിന് കൃത്യമായൊരു ഡെഡ് ലൈൻ വേണം. ഉദാഹരണത്തിന്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ശരിയാക്കാൻ ഓപ്പറേഷൻസ് ഹെഡിന് അടുത്ത മാസം 15-ാം തീയതി വരെ സമയം കൊടുക്കുന്നു. ഇങ്ങനെ കൃത്യമായ ഉത്തരവാദിത്തമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇനി ഈ പഠിച്ച പാഠങ്ങളൊന്നും വെറുമൊരു ഡോക്യുമെന്റിൽ ഒതുങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമതായി, ഈ ഡോക്യുമെന്റേഷന് ഒരാളെ ചുമതലപ്പെടുത്തുക. 2, കിട്ടിയ അറിവുകൾ വർക്ക്ഷോപ്പുകൾ വഴി ടീമുമായിട്ട് പങ്കുവയ്ക്കുക. 3, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ പോളിസികളുടെ ഭാഗമാക്കുക. 4, ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. നോക്കൂ, നമ്മളിത് സ്ഥിരമായി ഒരു സിസ്റ്റമായിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്താണെന്നറിയോ? നമ്മൾ വെറുമൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ല ഉണ്ടാക്കുന്നത്. നമ്മളൊരു പഠന പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ലേണിംഗ് കൾച്ചറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കാലക്രമേണ നമ്മുടെ ടീമിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വെറും ഒരു ഡോക്യുമെന്റ് അല്ല, അത് നിങ്ങളുടെ ടീമിന്റെ ഭാവിയിലേക്കുള്ള വിജയത്തിന്റെ പ്ലേബുക്കാണ്, ഓരോ കളിക്ക് മുൻപും നോക്കാനുള്ളൊരു ഗൈഡ്. ശരി, അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ അവസാനത്തെ പ്രോജക്റ്റിൽ നിന്ന് പഠിച്ച ഒറ്റൊരു കാര്യം, നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റിനെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരൊറ്റ പാഠം, അതെന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി.